അപ്പോൾ ഇനി എനിക്ക് 14 ദിവസത്തിൽ താഴെയുള്ളൂ എൻ്റെ ആപ്പ് മാക്സിങ് പ്ലാൻ ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് തോട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ എനിക്ക് അച്ചീവ് ചെയ്യാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ 60 ഡേ ട്രാൻസ്ഫോർമേഷൻ, 35% ബോഡി ഫാറ്റിൽ നിന്ന് 15 ജമ്പ് ചെയ്ത് വന്ന രീതിയിലുള്ള ട്രാൻസിഷനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതുപോലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വിസിബിളി ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചു, നമ്മൾ തടി വയ്ക്കുന്നത് നമുക്കറിയില്ല, നമ്മളുടെ ഫേസിലുള്ള മാറ്റങ്ങൾ നമുക്കറിയില്ല. നമ്മൾ ചെറുപ്പത്തിൽ കണ്ട് നമ്മുടെ ഫേസൊക്കെ തന്നെ ആയിരിക്കും, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ്സ് ആയിട്ടാണ് പോകുന്നതുള്ളതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ദിവസത്തെ 3 തവണയെങ്കിലും നമ്മുടെ ഫിസിക്ക് അല്ലെങ്കിൽ നമ്മളുടെ മുഖം എപ്പോഴും കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് അറിയില്ല. അത് അറിയണമെങ്കിൽ വേറൊരാൾ നമ്മളെടുത്ത് പറയണം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷേ ഞാനിങ്ങനെ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടിലോട്ട് പോയി. എന്നിട്ട് ഈ നെഗറ്റീവ് തോട്ടുകൾ ഞാൻ പരിശോധിച്ച്, ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടൻറ്റ് കണ്ടിട്ട് നമ്മൾ അതിൽ ട്രൂത്ത് വാല്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ പോയതാണ് എൻ്റെ മണ്ടത്തരം. കാരണം ഇപ്പോൾ ഒരാളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കണം. അതിപ്പോൾ അങ്ങനെ എടുത്താൽ തന്നെയും, മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെയും. രണ്ടാമത്തെ കാര്യം, ഈ ഇൻഡിവിജ്വൽ ആൾക്കാരെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അവരുടെ ഈ പീരീഡ് എന്ന് പറയുന്നത്, ഈ ചേഞ്ചസ് വരാനുള്ള പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നെഗറ്റിവിറ്റി അങ്ങ് മാറി, ആ തോട്ട്സ് ഞാൻ റീസൈക്കിൾ ചെയ്തു. ഇനി എനിക്ക് അത്യാവശ്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് മീറ്റ് മേടിക്കണം. ഞാൻ ഒരു മണ്ടത്തരം കഴിഞ്ഞ ഷോപ്പിങ്ങിൽ ചെയ്ത് ഞാൻ ബീഫ് വാങ്ങിച്ചു. പൊതുവെ സാധാരണ രീതിയിൽ ഞാൻ ലീൻ ഗ്രൗണ്ട് ബീഫ് വാങ്ങിക്കാറ്. പക്ഷേ ലീൻ ഗ്രൗണ്ട് ബീഫ് ആണെങ്കിലും സ്റ്റിൽ അതിനകത്ത് ഫാറ്റ് ഉണ്ട്. ഞാൻ ചെയ്യാറ് ലീൻ ഗ്രൗണ്ട് ബീഫ്, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് മാക്സിങ് 1.5 5ാമത്തെ ദിവസത്തെ എങ്ങാണ്ടാണ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ബീഫ് വാങ്ങിക്കും, 85% ലീൻ ആയിരിക്കും വാങ്ങിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 15% ഫാറ്റ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ ആ ഫാറ്റ് റെൻഡർ ചെയ്ത് കളയാറ്. പക്ഷേ അത് പിന്നെ ഞാൻ ചിന്തിച്ചു, ലൈക്ക് ഞാൻ പൈസ മുടക്കുക, പക്ഷേ പൈസ മുടക്കുന്ന ആ മീറ്റിനും ആ മീറ്റിൻ്റെ കൂടെ കിട്ടുന്ന ന്യൂട്രിയൻസിനും വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, റെൻഡർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക, ആ മീറ്റിലുള്ള ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ അത് പോകാനുള്ള സാധ്യതയില്ലേ എന്ന് ഞാൻ ചിന്തിച്ച്. അങ്ങനെ ആയിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അതും ഒരു മണ്ടത്തരമാണ്. കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ബീഫ് വാങ്ങിക്കുമോ? കാരണം ബീഫിൽ ഇഷ്ടം പോലെ ഫാറ്റ് ഉണ്ട്. ഐ എം നോട്ട് സെയിങ് ലൈക്ക് ഫാറ്റ് ബാഡാണെന്ന്. പക്ഷേ ഒരു ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾ ഫാറ്റ് തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു മണ്ടത്തരമായിരുന്നു ഞാൻ കാണിച്ചത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ആ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഈവൻ ദോ അതിൽ ഫാറ്റ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ പോയി വാങ്ങിക്കാൻ കാരണം. പക്ഷേ ഇനി ഞാൻ ചിക്കൻ ബ്രസ്റ്റാണ് വാങ്ങിക്കാൻ പോകുന്നത്. മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സെയിം സാധനം ചിക്കൻ ബ്രസ്റ്റിൻ്റെ ക്യാൻ വാങ്ങിച്ച് കുക്ക് ചെയ്യുന്ന കാര്യം ഇനി നടക്കത്തില്ല, ടൈമില്ല, മടിയാണ്. അപ്പോൾ ഇനി ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിക്കണം. കാർബ്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഫുൾ മറ്റേ സ്റ്റീംഡ് വെജീസിലോട്ട് മാറി. പീസ്, ക്യാരറ്റ്സ് എൻ്റെ വീഡിയോയിൽ തന്നെ ഇരിപ്പുണ്ട്. സോ അതാ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും കഴിക്കുന്നത്. 1850 കാലറീസ് ആയിരുന്നു എൻ്റെ മുമ്പത്തേത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മാനസികപരമായിട്ടുണ്ടാകുന്ന എല്ലാ ബലഹീനതകളും എനിക്കും ഉണ്ടായി. അതുകൊണ്ട് എന്നാ പറയുന്നത്, ചില ദിവസങ്ങൾ സംഭവിക്കാം ഈ ക്ലീനായിട്ട് 1850 കാലറീസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. പിന്നെ മീൽ ടൈമിങ് പ്രശ്നങ്ങൾ വരും. പിന്നെ വർക്കൗട്ടിൻ്റെ ഫ്രീക്വൻസിയിൽ പ്രശ്നങ്ങൾ വരും. വർക്കൗട്ടിൻ്റെ സമയത്ത് പ്രശ്നങ്ങൾ. ചില സമയത്ത് ഞാൻ കഴിവത് രാവിലെ പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ചില സമയത്ത് അത് മിസ്സാവും. ചിലപ്പോൾ എണീക്കാൻ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് മിസ്സാവും. സോ വൈകിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. വൈകിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നെഗറ്റീവാണ്. ഈ ആൾക്കാരെല്ലാം കൂടി ഇടിച്ചു കയറുന്ന ഒരു സമയമാണ് ഒരു 5 മുതൽ 8, 9 മണി വരെ. പിന്നെ എനിക്ക് 9 മണി കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സമയത്തിൻ്റെ കാര്യത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും അല്ല, ചീറ്റ് മീൽ ഞാൻ എടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ചീറ്റ് മീൽ എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. പൊതുവെ ചീറ്റ് മീൽ എടുക്കത്തില്ല. ബട്ട് കൈവിട്ട് പോകുന്ന ചില സമയങ്ങളുണ്ട്. ആ കൈവിട്ട് പോകുന്ന സമയങ്ങളിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിക്കും.
ക്ലീൻ ആയിട്ട് കഴിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു ബാഡ് തിങ് അല്ല. പക്ഷെ ചില സമയത്ത് കൈവിട്ട് പോകും. അങ്ങനെ കൈവിട്ട് പോയിട്ടുള്ള ഒരു സമയമാണ് ഷവർമ വാങ്ങിച്ച് കഴിച്ചത്. ഈ ഷവർമ റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മിനിമം 750 കാലറീസ് ഉണ്ട്. 750 കാലറീസ് കഴിക്കുന്നതിലല്ല, സ്റ്റിൽ നമ്മുടെ കാലറി ടാർഗറ്റ് മീറ്റ് ചെയ്യുമെങ്കിലും ഫാറ്റ്, ഇവരിതിനകത്ത് ഉപയോഗിക്കുന്ന സോസ് എന്ന് പറയുന്നത് ഹെവി ലൈക്ക് ഓയിലാണ്. ആ സാധനം ഓയിലും ഗാർലിക്കും എഗ്ഗും ബീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ അത് നമ്മളെ മാക്രോസ് ഉണ്ടല്ലോ ഫുൾ അങ്ങ് ഓഫാക്കി കളയും. എൻ്റെ 1850 കാലറീസിൻ്റെ പ്ലാൻ്റെ അകത്ത് 50 to 60 ഗ്രാം ഫാറ്റായിരുന്നു ഡെയിലി വേണ്ടിയിരുന്നത്. ആ ഒരു ഷവർമ റാപ്പ് കഴിക്കുന്നതിലൂടെ അതിൻ്റെ 80% മീറ്റ് ചെയ്യും. സോ അത് നമ്മൾ ലക്കിയാണെങ്കിൽ. പക്ഷേ അത് ഡിപ്പെൻസ് ഓൺ ലൈക്ക് ആരാണ് ആ സോസുകളൊക്കെ ഒഴിക്കുന്നതിനൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട്, അവരുടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ 40-50 ഗ്രാമോളം ഫാറ്റ് ആ ഒരു റാപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള പ്രശ്നങ്ങൾ, ഈ മാക്രോസ് പിന്നെ ഓഫ് ബാലൻസ് ആയി പോവും, കാലറീസ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനെ ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നില്ല. ഇനി മുന്നോട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് 1850 താഴെയാണ് ഞാനിനി സെറ്റ് ചെയ്യുന്നത്. വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, പക്ഷേ ചെയ്യാതിരിക്കത്തില്ല. കൂടുതൽ കാർഡിയോ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ അവസാനം പറയാം എന്ത് കാർഡിയോ ആണ് ചെയ്യുന്നതെന്നുള്ളത്. അതാണ് ഇന്നത്തെ പ്ലാൻ. പോയിട്ട് ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിക്കുക, സെറ്റാകും.